ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒന്ന് പരിചയമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ അത് എവിടെയാണെന്ന്. ഗൈസ്, ഞാനന്ന് ഹോസ്റ്റലിലാണ്. ഓക്കെ, ഇന്നിപ്പോ കർക്കിടകമായിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ രാവിലെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊന്നും ഞാൻ പിന്നെ വീഡിയോസ് എടുത്തില്ല. എനിക്ക് പിന്നെയാണ് ഓർമ്മ വന്നത് വീഡിയോ എടുക്കണല്ലോ എന്നുള്ള കാര്യം. അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഈവനിങ് റുട്ടീൻ പോലെ ഈവനിങ് എന്തൊക്കെ ചെയ്തെന്നുള്ള ഇതിലൊന്ന് വീഡിയോസ് എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ ഇപ്പൊ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൈ എന്റെ കുടുംബത്തിലോട്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നിട്ടുണ്ട് ഗൈസ്. ഇവനെ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറ. അപ്പോ ഇതാട്ടോ എൻ്റെ ഹോസ്റ്റല്. ഞാൻ ഇവിടെ എറങ്ങിപ്പാലത്താണ് എൻ്റെ ഹോസ്റ്റൽ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അധികം ലാഗ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ സാധനങ്ങളൊക്കെ എടുത്ത് അലക്കാൻ വന്നിട്ടുണ്ട്. പോയി അലക്കണം. കുറെ ദിവസമായി ഗൈസ് അലക്കിയിട്ട്. ഇന്ന് പോയി ഒന്ന് അലക്കട്ടെ. അപ്പൊ നേരെ ഉള്ളിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ ഇന്ന് നമ്മള് അലക്കാൻ പോവാണ്. ഒരാൾ അലക്കാൻ തുടങ്ങി. ഇതാണ് ഗൈസ്, നമ്മൾ അന്നെ എടുക്കണമെന്ന് അന്നെ എടുത്ത് കൈക്ക് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബക്കറ്റ് കണ്ടില്ലേ, ഇതാവും അവസ്ഥ. അപ്പൊ നമ്മള് അന്നം പറഞ്ഞത് അന്നെ അലക്കി തീർത്താ ഈ പ്രശ്നം ഉണ്ടാവൂല. ഓക്കെ, ഇതിന്റെ ഒരു ടിപ്പാണിത്. ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ അലക്കി കഴിഞ്ഞാല് അല്ലെങ്കിൽ ക്ലീൻ ചെയ്താല് അല്ലെങ്കിൽ സിങ്ക് ഒക്കെ ഇട്ട് അരച്ച് കഴുകി കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ളതൊന്ന് പറയണം. എന്താ പറഞ്ഞേ? സാറ്റിസ്ഫാക്ഷൻ എന്തിനെ? ക്ലീൻ ചെയ്ത. ആ, എനിക്കും അങ്ങനെ ഉണ്ട് ഗൈസ്. എനിക്ക് എന്തെങ്കിലും മീൻസ് നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഒരു മൂഡില്ലാത്തപ്പോഴൊക്കെ ആണെങ്കിൽ സിങ്ക് തേച്ചരച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ അലക്കണവും തുടക്കണവും എനിക്ക് അത്ര ഇഷ്ടമല്ല. ബൈ എന്നാലും ഇട്ട തുണി കഴിക്കണമെന്നല്ലോ. വീട്ടിലിരുന്ന് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടാൽ മതിയിരുന്നു. ഇതിപ്പോ നമ്മൾ തന്നെ അരച്ചരച്ച് കഴിക്കണം. ഈ വീഡിയോ കാണുന്നതിന്റെ അമ്മ വിചാരിക്കും അങ്ങനെ തന്നെ വേണം. വീട്ടിലോ കഴിക്കൂല, ഇവിടെ പോയിട്ടാലും കഴിക്കണം. ഗൈസ്, ഇങ്ങനെയാണ് അലക്കുക. ആദ്യം നമ്മള് പ്രൊഡക്റ്റ് വെച്ച് കല്ലില് വെക്കുക, എന്നിട്ട് നന്നായിട്ട് കല്ലുമട്ട് ഉരയ്ക്കുക. പ്രൊഡക്റ്റിന് കേടുപാട് തെറ്റാതെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കമ്പനി തിരിച്ചെടുക്കൂല. അടുത്ത പ്രൊഡക്റ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, കമ്പനി ഏറ്റെടുക്കൂല. പ്രൊഡക്റ്റ് നമ്മളെ റെസ്പോൺസിബിലിറ്റിയിൽ വേണം കഴുകാൻ. അപ്പൊ നമ്മൾ ആയുധം എടുത്ത് ഉരയ്ക്കണം. അത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, റിന്നിന്റെ സോപ്പാണ്. ഓക്കെ, അതപ്പോഴും ഗൈസ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അങ്ങനെ നമ്മൾ തലങ്ങും വിലങ്ങും അർദ്ധം പുറഞ്ചോ ആയിട്ട് അങ്ങോട്ട് തേച്ച എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നല്ല പറ്റും. അങ്ങനെ നമ്മൾ നമ്മളെ പ്രൊഡക്റ്റിനാണ്ട് ഞെക്കി പിഴിയുക. ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് അലക്കുക. ഇതാണ് കോളം. അതെ ഗൈസ്, ഞങ്ങളെ ഇപ്രാവശ്യം ബ്രഷ് ഇല്ല. അതുകൊണ്ട് ഞങ്ങളെ കൈ തന്നെയാണ് എല്ലാം. ഇനി നമ്മൾ അലക്കിയ പ്രോഡക്ട്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ബക്കറ്റിലോട്ട് ഇടണം. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയൊക്കെയാണ് കേട്ടോ അലക്കല്. പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അലക്കുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ രീതിയിലാണ്. ക്ഷീണിച്ചോ? ഓക്കെ ഗൈസ്, നൗ ഇറ്റ്സ് മൈ ടേൺ. അപ്പൊ ഞാൻ അലക്കി തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. എന്റെ പ്രിന്റഡ് ഷർട്ട്. ഇതിന്റെ ലിങ്ക് ഒന്നും ചോദിക്കാണ്ട് ലിങ്ക് ഞാൻ കടയിൽ കൂട്ടി വെച്ചിട്ട് വെള്ള ആയതുകൊണ്ട് നമ്മൾ ഓവർ സോപ്പുന്നുണ്ടായിരുന്നു. അവിടെ ഇവിടെയും കുറച്ച് സോപ്പുന്നത് ഇത് മറിച്ചില്ല. റോസ് നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറിയോ, കുറച്ച് വെള്ളം എടുക്കുക, ഇങ്ങനെ തട്ടുക. മെല്ലെ എടുത്തിട്ട് അത് തുണി പിന്നെ മൂളത്തെ ശരിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ, ഇപ്പൊ സുഖം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അനക്കുക തുടക്കുക നനയ്ക്കാനൊക്കെ ചെയ്ത് നോക്കുന്ന സാറ്റിസ്ഫാക്ഷൻ. എന്റെ യൂണിഫോമിന്റെ ഫാൻ
വേറെ എന്താ എനിക്ക് ഓർമ്മ വന്നത്? അതും കൂടെ പറയാൻ പറ്റൂല. ഗൈസ് ഇവിടെ ശരിയല്ല, ഇവിടെ ഫുൾ ഡേറ്റി മൈൻഡ്. ഉള്ളിട്ടത് നമുക്ക് ചുരിദാർ ടൈപ്പ് ടോപ്പും ഒരു പാന്റും പിന്നെ ഒരു അജാന ബാബും ഇതൊരു കോട്ടും ഞാൻ കഴിച്ചരാ വീട്ടിൽ തണുപ്പായിട്ടൊന്ന് ഫീൽ ചെയ്തേ. ചൂടത്താണ് ആ കോട്ടിന്റെ ഒരു അടിമറി മനസ്സിലാവും. കഷ്ടപ്പാട്, പാവം കൊച്ചിന്റെ കഷ്ടപ്പാട് കാണുന്നു. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ തീരുമാനമൊക്കെ വരുമ്പോഴേ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു സൈഡിൽ ഒരു ക്ലിപ്പും കുത്തിപ്പോലെ, അല്ലെങ്കിൽ ഇതേപോലെ മുടിക്ക് വരിക, ഊടാൻ നിൽക്കുക, ഇതിനൊക്കെ നേരം ഉണ്ടാവും. ഓക്കെ, മറ്റേ ശ്രീലക്ഷ്മി ടിപ്സ് നമ്പർ 1 അങ്ങനെ കൊണ്ടു കൊടുക്കുക. അതെ. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ടിപ്പ് പറഞ്ഞു കിട്ടാ. ഞാൻ അവിടെ എഴുതി കാണിച്ചു കൊടുക്കേണ്ട ഓരോന്നോരോ. അപ്പൊ 3ാമത്തെ ടിപ്പ് എന്തോ ഞാൻ പറഞ്ഞു. ഈ കഥാപാത്രം ഇതാണ് എന്റെ കൂട്ട്. കണ്ടോ, ഇത് ഇത്രയുണ്ട്. ഇതിനെപ്പറ്റി എനിക്ക് 2 വാക്ക് പറയണം. എന്താന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഞാൻ കണ്ടുവന്ന കോട്ടുകളൊക്കെ നമ്മളെ യൂണിഫോമിന്റെ ടോപ്പിന് നല്ല ലെങ്ത്തും കോട്ട് ഇത്രയാണ്. അപ്പൊ ഇതിന്റെ കൈ അത്രയും ലെങ്ത്. പക്ഷെ ഇത് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും കയ്യിലിപ്പോ എന്താ പ്രശ്നം. പക്ഷെ പ്രശ്നമുണ്ട്. ഇത് ഭയങ്കര കട്ടിയുള്ള ക്ലോത്താ ഗൈസ്. ഇപ്പൊ തണുപ്പായതുകൊണ്ട് മഴ ആയതുകൊണ്ട് നമുക്ക് സീനില്ല. പക്ഷെ വെയിലോട് വരും, സൂര്യൻ ചേട്ടൻ വന്ന സീനാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇത് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ചു തരാം, തെളിവ് സാധിക്കാം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് യൂണിഫോം ഉള്ള കോളേജ് തട്ടി പോണവരോട് ഇതിന്റെ അടുത്ത ടിപ്പ്, കോട്ടൊക്കെ യൂണിഫോം ഒക്കെ എങ്ങനെയാണ് നോക്കിയിട്ട് വേണം. അപ്പൊ ടിപ്പ് നമ്പർ 4, അലക്കലും എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ പിഴിയണം, മേലെ കൊണ്ടുപോയി തൂവി തോരടണം. അതാണ് അടുത്ത ടാസ്ക്. കാരണം നമ്മള് മാത്രല്ലല്ലോ, കുറെ കുട്ടികളുള്ളതല്ലേ. ഓരോ ഡ്രസ്സൊക്കെ അവിടെ മേലെ ഇട്ടിട്ടുണ്ട്. അതിൽ ഉണങ്ങിയ ഡ്രസ്സ് മാറ്റി ഉണങ്ങാത്ത ഡ്രസ്സൊക്കെ നോക്കി സ്ഥലം ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോകാം. ഞാന് അലക്കി പിടിക്കണം. തൽക്കളി ബൈ. ഇനി അലക്കി ക്ഷീണിച്ച് ഞങ്ങളിത് പോയി തോരടണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ മേലെ സ്ഥലം ഉണ്ടാക്കണം. അപ്പൊ മേലെ പോയി സ്ഥലമൊക്കെ ഉണ്ടാക്കി തോരട്ടിട്ട് വരാം. ഇതാണ് ഇവിടെ നല്ല ഡ്രസ്സൊക്കെ അലക്കിയിടാണ് ഏരിയ. ഇനി എന്റെ ഇത്രയും ഡ്രസ്സ് ഉണ്ട്, ഓളതും ഉണ്ട്. ഇതൊക്കെ എവിടെ ഇടുന്നുണ്ട്. ഓള ഡ്രസ്സിന് സ്ഥലം തപ്പാണ്. ആ മേലെ കാണുന്ന ഹോസ്പിറ്റലാണ് കോപ്പറേറ്റ്. നമ്മുടെ സൈഡിൽ ഗാലക്സി ഉണ്ട്, ഫ്ലാറ്റ്. ഞങ്ങളവിടെ പോയി നിൽക്കും. ഞങ്ങൾ കുറച്ചുകൂടി നീങ്ങി. ഇതൊരു ഹോസ്റ്റൽ എന്തുവാണ് തോന്നുന്നു. കണ്ടോ, ഏതാ വഴി. ഇനി നമ്മളെ പാർക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഞങ്ങളുടെ പാർക്ക്. കാണില്ല, അവിടെ പാർക്ക് ഉണ്ട്. ചെരിഞ്ഞാണ് ഡ്രസ്സൊക്കെ ഇങ്ങനെ ആണ് പ്രശ്നം. അലക്കാ ഉണങ്ങാത്ത കൊറേ തുണികളുണ്ട്. അപ്പൊ ഭയങ്കര സീനാണ്, നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. ഒരെണ്ണം കൂടി ഇടാം ഇവിടെ. അല്ല, അവിടെ ഇനി വേറെ ഇടാണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ഥലം ഉണ്ടാക്കണ്ടിട്ടോ. കാരണം അതൊക്കെ ഉണങ്ങിയതാട്ടോ. ഉണങ്ങാത്തൊന്നും ഞാൻ അങ്ങനെ നീക്കില്ല. ഉണങ്ങിയ തുണിയാണ്. കിട്ടുള്ളൊരിടത്തുള്ള കിട്ടല്ലേ. ഗൈസ്, എനിക്ക് മേലിടാൻ പൊക്കല്ല. അതുകൊണ്ട് എന്റെ ഈ പൂനെ സഹായിക്കുന്നു.
ഇത് ചെയ്യാനും ഹൈറ്റ് ഇല്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. ബട്ട് ഷോർട്ട് ഗേൾസ് ആർ ഓൾവേസ് ക്യൂട്ട്. അങ്ങനെ ഗൈസ് അലക്കലും ഉണക്കലും ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അഞ്ജലി വർക്കൊക്കെ കഴിഞ്ഞ് വന്നു. ഹായ് പറയൂ. ഒരാൾ ക്ഷീണിച്ച് വെള്ളം കുടിച്ച. ഗൈസ് ഞങ്ങൾക്ക് എന്റെ റൂം കാണിച്ചു തരട്ടോ. 1 2 3 4 5 6 ബെഡൊക്കെ ഈ റൂമിലുണ്ട്. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത്. ഇതാണ് എന്റെ ബെഡ്. ഇവിടെ ഒഴികെ ബാക്കി എല്ലായിടത്തും ഞാൻ കൊടുക്കും. കാരണം ഈ ഫാനിന്റെ കാറ്റ് എനിക്ക് കിട്ടൂല. സോ എനിക്കവിടെ കിടക്കാൻ കഴിയൂല. പക്ഷെ ഇപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ സെറ്റൊക്കെ ചെയ്തിട്ടാ കിടക്കണേ. അങ്ങനെ കുറെ കഥകളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ഈന്തപ്പഴം. ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ ചിക്കൻ കറി ഉണ്ട് ഗൈസ്. സാധാരണ വ്യാഴാഴ്ച ചിക്കൻ കറി ഉണ്ടാവും, പക്ഷെ ഇന്ന് ബുധനാഴ്ച ചിക്കൻ കറി അല്ലേ നമ്മൾ ഗൈസ്. ഇവിടെ ചിക്കൻ കറിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആണ് ഗൈസ്. ഇവിടെ വ്യാഴാഴ്ചയാണ് ചിക്കൻ കറി ഉണ്ടാവില്ല, ബട്ട് ഇന്ന് ബുധനാഴ്ച എനിക്ക് ചിക്കൻ കിട്ടി. പുറത്തെ സൗന്ദര്യം മൊത്തം ആശ്രയിച്ചിട്ട് ഫുഡ് കഴിക്കാം. പിന്നെ ഇത് കഴിക്കട്ടെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ എഴുതാൻ വന്നിരുന്നു കേട്ടോ. കാരണം ക്ലാസ്സിൽ എഴുതുന്ന ലെക്ചർ നോട്ട്സ് ഒക്കെ ഇവിടെ വന്നിട്ടാണ് ഞാൻ നോട്ടിലേക്ക് എഴുതല്. അങ്ങനെ അതെല്ലാം എഴുതി കഴിഞ്ഞ് രണ്ടാളും അവളോട് ഇരുന്ന് പഠിക്കുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് പോലെ, വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഈവനിങ്ങത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ.